ശബരിമല വിഷയത്തിൽ ജി സുധാകരൻ നേരത്തെ തന്നെ ചില കാര്യങ്ങൾ പരാമർശിച്ചു പോയിട്ടുണ്ട്. അതിപ്പോ ചർച്ചയാകുന്നുമുണ്ട്. അതായത് ഇതിൽ കള്ളം നടത്തിയത് ആരാണ്, ഇത് എങ്ങനെയാണ് കള്ളം നടത്തിയത്. ജി സുധാകരനൊക്കെ മന്ത്രിയായിരുന്ന, ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നൊക്കെ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ജി സുധാകരനൊന്നും ഈ ദൈവത്തെ കടത്താനൊക്കെ കൂട്ടി നിൽക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹമൊക്കെ അത്രയും മികച്ച ഒരു മന്ത്രി, പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്തും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. ഈ സുധാകരൻ ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? എന്താണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്? ഉദാഹരണത്തിനൊരു പെര ചോരുന്നു, അതിന്റെ മേൽക്കൂരയ്ക്ക് ദ്വാരം വീണിട്ടാണ് ചോരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ വളരെ വ്യക്തമായിട്ട് ജി സുധാകരൻ പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ശബരിമലയിൽ കൊള്ള നടന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞെങ്കിൽ ഇത്രയേ ഉള്ളൂ: രാഷ്ട്രീയമായ കവചത്തിന്റെ കീഴിലാണ് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ സ്വത്തും സ്വർണവും എല്ലാം കേരളത്തിൽ ഭദ്രമായിരുന്നത്. ഞാൻ 3.5 വർഷം മന്ത്രിയായിരുന്ന സമയത്ത് ഒറ്റ ഒരുത്തനും അവിടെ കയറി കളം നടത്താൻ ധൈര്യം കാണിച്ചിട്ടുമില്ല, ഞാൻ അനുവദിച്ചിട്ടുമില്ല. ആ രീതിയിൽ രാഷ്ട്രീയമായ കവചം തീർത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കൊള്ളകൾ നടക്കാതിരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൊള്ള നടക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, ഗവൺമെൻറ്, ആ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ, അത് ഭരിക്കുന്നവരുടെ ആ ഒരു സമീപനം അനുസരിച്ച് മാത്രമേ ഈ കൊള്ള നടക്കാതിരിക്കത്തുള്ളൂ. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു 3.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ പിടിച്ചു മാറ്റി. എന്ന് വെച്ചാൽ ഈ കവചത്തെ എടുത്തു മാറ്റി. കവചത്തെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ സ്വർണം തുറന്നു കിടക്കുകയല്ലേ, ആർക്കുണെങ്കിലും എടുത്തോണ്ട് പോവാം. അങ്ങനെയാണ് ആരുമല്ലാത്ത ഒരു വ്യക്തി, അവിടുത്തെ ശാന്തി പോലും ഇല്ലാത്ത വ്യക്തി, പരികർമ്മി വന്നിട്ട് ഒരു പരികർമ്മിക്ക് പോലും വരെ നടത്താൻ തുറന്നു കിടക്കുകയല്ലേ, കവചം മാറിയല്ലോ. അപ്പൊ അങ്ങനെയാണ് ആ കൊള്ള നടന്നത്. അപ്പൊ അത് ആലോചിച്ച് നോക്കിയാൽ മതി എങ്ങനെയാണ് കൊള്ള നടന്നത്. സുധാകരന് ശേഷം വന്ന മന്ത്രിയാര് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഏത് എന്ന് നോക്കിയാൽ രാഷ്ട്രീയമായ കവചം ആരെടുത്തു മാറ്റി. ഇപ്പൊ സുധാകരൻ അത് സൂക്ഷിച്ചിരുന്നത് അദ്ദേഹം ദൈവവിശ്വാസിയായിട്ടുണ്ടെന്നല്ല. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏൽപ്പിക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുക. അഴിമതി പുള്ളിക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ല. പുള്ളിയുടെ ഔദ്യോഗിക റെസിഡൻസിൽ പോലും ഒരു AC വാങ്ങിച്ചു വെച്ചത് പുള്ളിയുടെ ഭാര്യയുടെ കാശെടുത്ത് വാങ്ങിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ സത്യസന്ധനായ മനുഷ്യനാണ്. അതുമാത്രമല്ല, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഈ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു വിഭാഗമാണ് PWD. അതിനകത്ത് നിന്ന് പരമാവധി അഴിമതി അദ്ദേഹം കുറച്ചു. അഴിമതിക്കാരന്മാരെ എല്ലാം അവരുടെ സ്ഥലത്തിരുത്തി. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയും നേതാവും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഇത് രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അവിടെ കൊള്ള നടക്കാതിരിക്കാൻ നോക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കവചം തീർക്കുകയും അദ്ദേഹം അത് പാലിക്കുകയും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെയുള്ള സംഗതികളിൽ, ഉദാഹരണത്തിന് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ CPM-കാർ നിരീശ്വരവാദികളാണ്. നിരീശ്വരവാദികളെ സംബന്ധിച്ചിട്ട് ശബരിമലയിലെ ഏത് ക്ഷേത്രത്തിലെ സ്വർണമാണെങ്കിലും ലോഹമാണെങ്കിലും വെറും പുരാവസ്തുവാണ്. അതിനകത്ത് ദൈവമൊന്നുമില്ല, വിശ്വാസവും ഇല്ല. അപ്പൊ അതെടുത്ത് മാറ്റാം. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് 1 പവൻ സ്വർണത്തിന്റെ വിലയല്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഓരോ അമ്പലങ്ങളിലെ വസ്തുക്കൾക്കും കോടികളാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഈ കവചം എടുത്തൊന്ന് മാറ്റിയാൽ മതിയല്ലോ, അവസരം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആ കവചം എടുത്ത് മാറ്റുന്നതാണ് അദ്ദേഹത്തിനെ പിടിച്ചു മാറ്റിയതും. ഈ ശബരിമല ഉൾപ്പെടെയുള്ള ഇനി മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്ന് എന്തൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് ആർക്കും അറിയത്തില്ല, ഇനി വരാനിരിക്കുന്നതേ ഉള്ളതൊക്കെ. അപ്പൊ ആ ഒരു സംഗതി ശരിക്കും ജി സുധാകരൻ മലയാളികളോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ശബരിമലയിൽ കൊള്ള നടന്നിരിക്കുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് 2-3 മന്ത്രിമാർ വരുന്നുണ്ടല്ലോ. കാരണം ഏതവസരത്തിലാണ് ഇദ്ദേഹത്തെ മാറ്റുന്നറിയാം. ഏതാണ്ട് തന്ത്രി ഏതാണ്ട് പറഞ്ഞെന്നോ ഏതാണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം തന്ത്രിയെ പറഞ്ഞത് ശരിയാന്നുള്ള കാര്യം ഇപ്പം വന്നില്ലേ. തന്ത്രിയെ പറഞ്ഞതും മേൽശാന്തിയെ പറഞ്ഞതും ഒക്കെ ശരിയാന്നുള്ള കാര്യം ഇപ്പം വന്നില്ലേ. അയാളുള്ള കാര്യം പച്ചയായിട്ട് വിളിച്ചു പറയും. കാരണം ആലപ്പുഴയിൽ ജി സുധാകരനെ ഒരിക്കലും ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ജി സുധാകരൻ ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഫയലും ഒക്കെ ചെന്നാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ ഫയൽ എടുത്ത് നമ്മൾ മോന്തക്കെറിയും. പക്ഷേ മോന്തക്കെറിഞ്ഞാലും ജി സുധാകരൻ അറിയാൻ നമുക്ക് നോക്കത്തില്ല. എന്താണെന്നറിയോ, അയാൾ പച്ചയായ മനുഷ്യനാണ്. 5 പൈസയുടെ കറപ്ഷൻ ഇല്ല, കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യും. അല്ലെങ്കിൽ എറിഞ്ഞതിൻ്റെ കാരണം നമുക്കറിയാൻ പറ്റും. അതെന്ന് വെച്ചാൽ അയാൾ ദേഷ്യം കൊണ്ടല്ല, അയാളുടെ ഒരു പ്രകൃതം അതാണ്. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. കാരണം ഇരുന്നിടത്തൊക്കെ പ്രതിപക്ഷത്തിന് പോലും അദ്ദേഹത്തെ പറ്റി കുറ്റം പറയാനൊന്നുമില്ലല്ലോ. BJP-കാരനും വല്ലതും പറയാനുണ്ട്, CPM കോൺഗ്രസ്സുകാരനും വല്ലതും പറയാനുണ്ടോ? പറയാനുള്ള CPM-കാരനല്ലേ ഉള്ളൂ. കാരണം അങ്ങനെ ഇരുന്ന ആളാണ്. അപ്പോൾ ഇതിനകത്ത് കവചം എടുത്ത് മാറ്റി എന്ന് വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ അതിന് ശേഷം വന്ന മന്ത്രിയെ പറ്റി നമ്മൾ ആലോചിക്കണം. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല.
അദ്ദേഹത്തെ മാറ്റിയതിന് ശേഷം ആ സ്ഥാനത്ത് കൊണ്ടുവന്ന മന്ത്രി എന്ന് പറയുന്ന ആളുടെ പുറകോട്ടുള്ള കാര്യവും ഇപ്പോഴത്തുള്ള കാര്യവും ഒക്കെ പരിശോധിക്കുമ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ മനസ്സിലാവും. അപ്പം 1-2-3 മന്ത്രിമാർ ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം കേൾക്കുന്ന ചില ഉണ്ണികൃഷ്ണൻ പോറ്റി ചാരി നിൽക്കുന്ന ആൾക്കാരറിയാമല്ലോ, അല്ല എന്നെ അന്നദാനത്തിന് വിളിച്ചതാ, പിന്നെ അന്നദാനത്തിന്റെ കസ്റ്റോഡിയനാണെന്നല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഒരു നേതാവ് പറഞ്ഞതാ, കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു എന്നെ അന്നദാനത്തിന് വിളിച്ച. മറ്റേ ഈ പത്തനംതിട്ട MP-യുടെ കൂടെ KPC പ്രസിഡന്റ് ആവാൻ നമ്മൾ പറയത്തില്ലേ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് പോയ പുള്ളിയുടെയും കൂടെ നിൽക്കുന്ന കാരണം അത്യാവശ്യം വോട്ടർമാർ എന്നൊന്ന് അടുത്ത് നിന്നാൽ ഇല്ല ദേഹത്ത് വയലട്ട കയറുന്ന പോലെ ഇങ്ങനെ പോകുന്ന ആൾക്കാരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഇല്ല ഭാര്യയും ഭർത്താവ് നിൽക്കുന്നവരാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. പിന്നെ സോണിയാഗാന്ധി കോൺഗ്രസ്സുകാർക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ പലവട്ടം പറഞ്ഞ അവിടെ ചെന്ന് കുടുംബസമേതം നിൽക്കണമെങ്കിലും ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് വേണ്ട സമ്മാനങ്ങളൊക്കെ മേടിക്കണമെങ്കിലും പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് കയറ്റിയത് ആരാ ഓട്ടിച്ച ആരാന്നൊക്കെ അറിയാം. കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പാടിയ പാട്ട് പോലൊക്കെ തന്നെ. കാരണം ഇവരെല്ലാം ഈ ഒരു കാര്യത്തിൽ പാർട്ടി വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു കാര്യത്തിൽ പാർട്ടി വ്യത്യാസമൊന്നുമില്ല. ചിലരെ അതിനകത്ത് ഞാൻ ചില ആൾക്കാരെ മാറ്റി നിർത്തിയാൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് കച്ചവടത്തിനകത്ത് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് വരുന്നവരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കവചം ഒരുക്കണ്ടവനെ കുറുക്കനെ കോഴിക്കോടിന്റെ കാവലേൽപ്പിച്ചെങ്കിൽ നമ്മൾ പണ്ട് പറയുമല്ലോ. അത് ഉത്തരവാദിത്തപ്പെട്ട ആളെ ജീസുവാന്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് ഇത് കുറുക്കൻ്റെ കയ്യിലോട്ടാണ് എടുത്തു കൊടുത്തത്. 2007 തൊട്ട് നടന്നതിനകത്ത് വളരെ വിപുലമായിട്ട് നടത്തി. ഇപ്പം ശബരിമലയിൽ വ്യക്തപരത്തിൽ പറയുന്നത് എനിക്കൊന്ന് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഓറേ എന്ന് പറഞ്ഞതേ ഉള്ളൂ, ദ്വാരപാല ശില്പം വാതിൽപ്പടിയൊന്നും അല്ല, മിക്കവാറും എല്ലാം സ്വർണ്ണം, അവിടുത്തെ മൊത്തം സ്വർണം പോയി, സാധനങ്ങളൊക്കെ പോയി. അപ്പോൾ ഇതിനകത്ത് വളരെ ദീർഘമായിട്ടുള്ള ഒരു കച്ചവടം വളരെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതിനകത്ത് നമുക്ക് പിന്നെ ഇദ്ദേഹത്തിന് ശേഷം വന്ന മന്ത്രിമാരെ, അല്ലെങ്കിൽ ഈ നമ്മൾ പഠിക്കുന്ന എവിടെ കൊണ്ട് തൊട്ടാണെന്നറിയോ, ഇടതുപക്ഷ ഗവൺമെന്റ് ഇരുന്നപ്പോൾ മാത്രമുള്ള പഠിക്കാം. നേരം വെച്ച് വെക്കുമ്പോൾ 3 മന്ത്രിമാർ. പിന്നെ അതിനകത്ത് രാധാകൃഷ്ണനെ പിന്നെ നമ്മൾ എന്തിനാ പറയുന്നത്, എൻ്റെ ഒഴുക്കുന്നതിന്റെ വാവളക്കാത്തെന്ന് പറഞ്ഞിട്ട് പഴഞ്ചൊല്ലുണ്ട്. 2007 മുതലല്ല, ഇത് ദീർഘകാലമായിട്ട് നടക്കുന്ന ഒരു കച്ചവടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ ശബരിമല, ബാക്കി പല അമ്പലങ്ങൾ, ഈ അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്ന നമ്മൾ പറയുന്നത് പോലെയുള്ള വിഗ്രഹങ്ങൾ അവിടുത്തെ പണ്ടിരുന്ന വിഗ്രഹങ്ങളാണെന്നുള്ളതിനകത്ത് എന്താ തെളിവ്? ഇത് വളരെ ദീർഘമായിട്ട് വളരെ കാലമായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. ഇത് വലിയ ഒരു അന്താരാഷ്ട്ര മാഫിയാണ് ഇതിന്റെ പുറകിൽ, ആന്റിക് ബിസിനസിന്റെ പുറകിൽ. ഇപ്പൊ ഏറ്റവും അവസാനം വന്നപ്പം ഒരാൾ കൊണ്ടുവന്ന് അവിടെ കൊടുത്തു എന്ന് വെച്ചാൽ അവന്റെ കമ്മീഷന്റെ കുറവ് കൊണ്ടോ അവനിത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടോ, ഒന്നെങ്കിൽ സത്യസന്ധൻ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ കമ്മീഷൻ കുറവെന്ന്, അതുകൊണ്ട് അത് കൊണ്ട് കോടതിക്ക് വെച്ചത്. അതുകൊണ്ടല്ലേ ഇത് അറിഞ്ഞത്. ഇത് വളരെ കാലം കൊണ്ട് ഇന്ത്യ മൊത്തം നടക്കുക ആന്റിക് ബിസിനസ്. അല്ലെങ്കിൽ ഇതുപോലെ അമ്പലങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. പണ്ട് അമ്പലം കൊള്ളയടിക്കാനാണല്ലോ ഈ രാജ്യം പോലും പിടിക്കാൻ ആൾ വന്നത്. ഇവിടെ നിൽക്കുന്നവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വളരെ ദീർഘമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് അതുണ്ട്. അപ്പം ഇത് ഏൽപ്പിച്ചിരിക്കുന്നവരെ തന്നെ സുധാരൻ പറഞ്ഞതുപോലെ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരാരാ നമ്മളിപ്പോൾ കണ്ടേക്കുന്നവരോ? ഒന്ന് കോൺഗ്രസിന്റെ സോണിയാഗാന്ധി, കൊള്ളാമല്ലോ അല്ലേ? എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ ആരെയൊന്നും ഏൽപ്പിക്കാനില്ലല്ലോ നേതാക്കന്മാർ കോൺഗ്രസിനകത്ത്, അവരുടെ കൂടെ ഒന്നും നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ പരിശോധിക്കുമ്പം ഈ മന്ത്രിയെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പരിശോധിക്കുമ്പോൾ നമ്മുടെ KC വേണുഗോപാൽ ചോദിച്ചേ, സോണിയാഗാന്ധി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലല്ലോ, കാരണം അതിനെക്കാട്ടി കുറഞ്ഞ പോസ്റ്റിലാണല്ലോ അവരിയ്ക്കുന്നത്. സോണിയാഗാന്ധിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെക്കാട്ടി കുറഞ്ഞ പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേമാതിരിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർ ഇദ്ദേഹം പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അത് ആരോ ഇദ്ദേഹത്തെ മാറ്റിയിട്ട് ഏൽപ്പിച്ചോ എന്ന് നമുക്ക് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ഇപ്പോൾ തോന്നത്തക്ക ഒരു രീതിയാണല്ലോ വന്നത്. അല്ലെങ്കിൽ ഈ അവസരത്തിൽ അത് പറയത്തില്ല, എന്നെ മാറ്റി ആണ്. അയാളെ ഒരിടത്തുനിന്നും മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യമുള്ള ആളല്ല. ശബരിമലയിൽ അദ്ദേഹം ഇരുന്ന സമയത്ത് പുള്ളി അവിടെ നിന്ന് തൊഴുതില്ലെന്നൊക്കെ പറയും. പുള്ളി തൊഴുതില്ലയോ? പക്ഷെ അവിടുത്തെ പണി എങ്ങനെ നടന്നേ? വൃത്തിയായിട്ടാണ് നടന്നേ. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരാളെ അന്നേരം മാറ്റേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാത്രവുമല്ല നമുക്കറിയാലോ, കാലങ്ങളായിട്ട് ഇപ്പം പറയും NSSന്റെ മന്ത്രിമാരായിരിക്കും ഈ ദേവസ്വം ബോർഡ് മന്ത്രിമാർ. CPM വരുമ്പോഴുള്ള ചെറിയ വ്യത്യാസം പറയും. അന്നേരം ഇത് NSSന്റെ മന്ത്രിയില്ല അയാളെ, അപ്പൊ അന്നേരം മാറ്റേണ്ട കാര്യമില്ലായിരുന്നല്ലോ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ. അപ്പൊ ആ മാറ്റിയതിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് ഇപ്പൊ പപ്പൻ പറഞ്ഞ പോലെ എനിക്കൊരു കത്ത് മേളിൽ നിന്ന് വന്നതുപോലെ ആർക്കാണ്ടൊരു കത്ത് എവിടുന്നോ ചെന്നിട്ടുണ്ട്. സുധാകരനെ കൊണ്ടൊന്ന് മാറിയാട്ടെ വേറെ ഈ ചില കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമ്മൾ പറയത്തില്ലേ, ഇന്നാളെ ഈ ഇത്ര നേരത്തെ നമ്മുടെ ഈ മാസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ഇവൻ വരുമായിരുന്നല്ലോ എല്ലാവരും. ആരാ ഈ അവൻ്റെ പേരെന്തോ? മൂരിബാബു എന്നതാ പേര്. എല്ലാവരും മാസ്റ്റർ തയ്യാറാക്കാൻ നേരം വരുന്നത് പോലെ. അപ്പൊ ഇത്രയും സമയത്തേക്ക് ഇദ്ദേഹം ഒന്ന് മാറി എന്നിട്ട് ഈ കാര്യം നടത്തി കഴിഞ്ഞിട്ട് പോകട്ടെ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തി കഴിഞ്ഞ് പോകട്ടെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ തന്ത്രിയെയും അല്ലെങ്കിൽ ഈ മേൽശാന്തിയെയും ഈ മന്ത്രി അല്ലെങ്കിൽ ഇതിനകത്തെ കുഴപ്പത്തെയൊക്കെ
വളരെ കൃത്യമായിട്ട് ഇപ്പം മന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാര്യം അദ്ദേഹം അവിടെ പറഞ്ഞതാണ്. ഇവന്മാരൊക്കെ ഇതിനകത്ത് ചെയ്യുന്ന പണി എന്തുവെന്ന് എനിക്കറിയാം. അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും സൂചിക്കത്തില്ല. യാഥാർത്ഥ്യം അതാണ്. ഒന്ന് ഹിന്ദു സംഘടനകളെല്ലാം കൂടെ ഇത് CPM-കാരൻ പറഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അവസാനം ഇപ്പം ഇതിനകത്ത് ഒപ്പിട്ടപ്പോഴും അല്ലെങ്കിൽ ചാരി ചെയ്യുന്നപ്പോഴും ഇനി അവസാനം ഒരുപക്ഷെ അന്വേഷണം വളരെ കൃത്യമായിട്ട് മകരോളൊക്കെ കഴിയുമ്പോൾ തന്ത്രി ചിലപ്പം കൈയും കെട്ടി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു എനിക്ക് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം പിടിക്കാതിരിക്കാൻ പറ്റും, എത്ര മറച്ചാലും ഒളിച്ചാലും പിടിക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് സംഭവം പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും ഇതുവരെ പിടിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പിടിക്കാതിരിക്കുകയാണ്. അതിനകത്ത് അവരില്ലാതിരുന്നിട്ടല്ല. കാരണം ഇനി ഇല്ലെങ്കിൽ പോലും, മോഷ്ടിച്ചില്ലെങ്കിൽ പോലും ഈ നിയമപരമായിട്ട് കൂട്ടുപ്രതിയാക്കാം. കാരണം അറിവില്ലാത്തവനല്ല. നമ്മൾ ഈ കേസെടുക്കാൻ പറ്റാത്ത ആരാന്നറിയാം, ഒട്ടരുടെ പേര് കേസെടുക്കാൻ പറ്റത്തില്ലെന്ന് എൻ്റെ ഒരു അറിവ്. കാരണം റോഡിൽ നമ്മൾ കണ്ടിട്ടില്ല, അവർക്ക് അറിയില്ല. ഇയാൾക്ക് അറിവുണ്ടല്ലോ, ഇയാൾ തന്ത്രിയാണ്, ഇയാൾ വാട്ടർതോറിൽ ജോലിക്കാരനാണ്, ഇയാൾക്ക് പറഞ്ഞ എല്ലാം അറിയാമല്ലോ. അപ്പം അയാൾക്കറിയാൻ വയ്യാത്തതല്ലല്ലോ അത് ചെമ്പുവാളി, സ്വർണ്ണപ്പാളി അല്ലെന്നുള്ള, സ്വർണ്ണപ്പാളിയാണ്. ഇയാൾ എല്ലാത്തിൻ്റെയും അനുവാദം കൊടുക്കുന്ന ആളാണ്. സ്വർണം പൂശണമെങ്കിൽ പുള്ളിയുടെ അനുവാദം വേണം, സ്വർണ്ണം എടുക്കണമെങ്കിൽ പുള്ളിയുടെ അനുവാദം വേണം, ഭഗവാന് കഴിക്കണമെങ്കിൽ പുള്ളിയുടെ അനുവാദം വേണം, എണീച്ചിരിക്കണമെങ്കിൽ പുള്ളിയുടെ, അങ്ങനെയാണല്ലോ നമ്മുടെ വിശ്വാസം. അപ്പം ആ അനുവാദം ആൾക്ക് അറിയാൻ വയ്യാത്തൊന്നുമല്ല. അപ്പം അനുവദിച്ചു കൊടുത്തതാണ്. എന്തിനു അനുവദിച്ചു കൊടുത്തു? കാരണം ഒരിക്കലും അയാൾക്ക് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യമില്ലെന്ന് പറഞ്ഞാൽ അയാളെ ആരും നിയമിക്കുന്നില്ല, അയാൾക്ക് അധികാരപ്പെട്ടത്. ആര് വന്നാലും അയാളാ തന്ത്രിയെ മാറ്റി തീരുമാനിക്കണമെങ്കിൽ അത് വലിയ പ്രശ്നമാകുന്നതാ. അപ്പം അതിനകത്ത് പുള്ളിക്കൊരു താല്പര്യം വരണമെങ്കിൽ ഒന്നെങ്കിൽ പുള്ളിയുടെ താല്പര്യം, അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടപ്പെട്ട ആരുടെയോ താല്പര്യം. ഇത് രണ്ടായാലും വേണ്ടപ്പെട്ട ആളുടെ താല്പര്യം എന്ന് പറയുമ്പോൾ ഇയാളുടെ താല്പര്യം കൂടെ നടക്കുന്ന താല്പര്യമായിരിക്കും. അപ്പോൾ അതിനകത്ത് സാമ്പത്തിക താല്പര്യം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഏൽപ്പിച്ചവരെല്ലാം കൊള്ളാം, തന്ത്രിയും കൊള്ളാം, മന്ത്രിയും കൊള്ളാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റും കൊള്ളാം, എല്ലാം കൊള്ളാം, എല്ലാം കൂടെ ചേർന്ന്. ഇതിനകത്ത് ഒരു പ്രശ്നം, ഈ സുധാകരന്റെ വാക്കിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നെ മാറ്റി എന്നാ പറഞ്ഞത്. രാഷ്ട്രീയ നേതൃത്വമാണ് കവചം സൃഷ്ടിക്കുന്നത്. അപ്പൊ ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവില്ലാതെ നടക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മനഃപൂർവ്വം കൊള്ള നടത്താൻ അദ്ദേഹത്തെ മാറ്റിയെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ടാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഈ കൊള്ള ശബരിമലയിൽ പണ്ടേ നടക്കുന്നുണ്ട്. ഈ പോറ്റി വന്നിട്ട് 2007 മുതലുണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഉണ്ട്. 80-കളിലൊക്കെ ഞാൻ നേരിട്ട് എനിക്ക് അനുഭവം, ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. കാര്യം അവിടെ ഈ കൺവെയർ ബെൽറ്റിലൂടെയാണ് ഈ ഭണ്ഡാരത്തിൽ നിന്ന് കാശ് എണ്ണുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഈ ബെൽറ്റ് പോകുന്ന സ്ഥലം ഒരു ഇരുട്ടുമുറിക്കകത്തോടാണ് പോകുന്നത്. ഈ ഇരുട്ടുമുറിയുടെ അടുത്ത് ഒരു ചെറിയെരു പുടക്ക് വെച്ചിട്ടുണ്ട്, കമ്പ് പോലുള്ള സാധനം വെച്ചിട്ടുണ്ട്. അവിടെ വരുമ്പോൾ ഇതൊന്ന് ജർക്ക് ചെയ്യുമ്പോൾ അതിനകത്തുനിന്നുള്ള സ്വർണവും പണവും എല്ലാം താഴെ വീഴും. എന്നിട്ട് ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി എടുത്തിട്ട് അവർ വീതിച്ചെടുക്കും. ഇത് ഞാൻ അന്ന് മാതൃഭൂമിയിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. അത് പോട്ടെ സാറേ, അതൊക്കെ ചെറിയ രീതിയിലുള്ളതല്ലേ. അത് അതിനുശേഷം പോറ്റി വന്നതിന് ശേഷം പക്ഷേ ഈ ചില്ലറകളല്ലേ മറ്റത് അമ്പലം വിഴുങ്ങികൾ എന്നുള്ളത് പണ്ടേ ഉണ്ട്. പക്ഷേ ഈ CPM വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഡയമെൻഷൻ. കാര്യം അവർക്ക് ഇത് പുരാവസ്തുവാണ്. ഈ കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ ആണെങ്കിലും വല്ല അയ്യപ്പന്റെ കോപം വരുമെന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം അത്രയും ഈ വിഗ്രഹം പോലുള്ള എടുത്തു മാറ്റുന്നതോ ഈ പാളി അഴിച്ചണക്കാൻ അവർ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ അതിനെ മടിക്കത്തില്ല അവർ.